ിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബുഖാരി പരിഭാഷയിൽ അർത്ഥം. ആ ഹദീസ് ഇങ്ങനെ കടന്നുപോയി അടുത്ത ഹദീസ് വന്നു. ബുഖാരി റസൂലുള്ളാഹിന്റെ ഹദീസല്ലേ, ഒക്കെ സത്യം പറയാലോ. രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടന്നാൽ കാലത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് ഫൽ യഗ്സിൽ യദൈഹി, 2 കൈയും കഴുകട്ടെ, അങ്ങനെ ബ്രഷ് ചെയ്യട്ടെ, മൂക്കിൽ വെള്ളം കയറ്റട്ടെ, ഫൽ യസ്തൻസിർ, എന്നിട്ട് മൂക്കിലെ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്ത് വൃത്തിയാക്കട്ടെ. കാരണം റസൂലുള്ളാഹി പറയാ ഫഇന്ന ശൈത്താന യബീതു ഫീ ഖൈശുമി, കാരണം ചിലപ്പോൾ രാത്രി മൂക്കിൻ്റെ ഉള്ളിൽ ശൈത്താൻ ഉറങ്ങിയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, കക്കൂസിൻ്റെ ഉള്ളിൽ ശൈത്താൻ സമ്മതിക്കാത്ത പാർട്ടിൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ ശൈത്താനെ വകവെച്ച് കൊടുക്കണേ. അയാൾ അവിടെ കൊടുത്തു അടിക്കുറിപ്പാണ് ബുഖാരി പരിഭാഷ കാണാം. ഇവിടെ ശൈത്താൻ എന്നതിന് മണൽപ്പൊടികൾ എന്നർത്ഥം വെക്കേണ്ടതാണ്. അതിന് ന്യായീകരണം എന്താ? പെണ്ണുങ്ങളാവുമ്പോൾ മുറ്റടിച്ചു വാരിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പൊടിപലങ്ങൾ മൂക്കിൽ പകൽ പറ്റിക്കൂടും. ആണുങ്ങളാവുമ്പോൾ ബൈക്കിലും കാറിലും ബസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര അങ്ങനെയും പൊടിപടലങ്ങൾ പറ്റിക്കൂടും. അപ്പോൾ അത് കഴുകിയെടുക്കാന്നല്ല, ശൈത്താൻ എന്ന സാധനങ്ങൾ മൂക്കിന് കൊടുക്കുന്ന സാധനമൊന്നുമില്ല. ഇത്തോതിന് കണ്ണും ചിമ്പ് ശൈത്താനെയും ജിന്നിനെയും നിഷേധിച്ച വിഭാഗം കാരണം സ്വന്തം വ്യാഖ്യാനാണ്. സ്വഹാബത്ത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ച് നമുക്ക് കൈമാറി തന്ന വ്യാഖ്യാനം അവലംബിക്കാതെ, മദ്ഹബുകൾ അംഗീകരിക്കാതെ സ്വതന്ത്രമായി വ്യാഖ്യാനിച്ചപ്പോൾ സംഭവിച്ച അബദ്ധങ്ങളുടെ പരമ്പരകളിൽപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു മാത്രം. ഇപ്പം എന്തായി മുജാഹിദ് പ്രസ്ഥാനം? കുടുങ്ങി. കാരണം ചില കാര്യമൊക്കെ ആഖിറത്തേക്ക് നീട്ടിയേക്കാം, ചില കാര്യം ദുനിയാവുന്ന തന്നെ തിരിച്ചറിയാലോ. ഇപ്പം ജിന്നും ശൈത്താൻ്റെ ഉപദ്രവം തന്നെ ആഖിറത്തിൽ വന്നിട്ടല്ല ഉണ്ടാകുക, അത് ദുനിയാവുന്ന തന്നെ ഉണ്ടാവും. ഇത് ജിന്നിൻ്റെ ശൈത്താൻ്റെയും ചില്ലറ ഉപദ്രവങ്ങൾ സുന്നികൾ കേൾക്കുന്ന പോലെ മുജാഹിദിന് കേൾക്കാൻ തുടങ്ങി. ആപേക്ഷികമായി മുജാഹിദിന് കുറവാണ്, കാരണം മുജാഹിദിൻ്റെ അംഗസംഖ്യ കുറവായതുകൊണ്ട്. ജിന്നിനറിയോ ശൈത്താനറിയോ? എടാ അത് മുജാഹിദിൻ്റെ ആൾക്കാരാണ്, മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരാണ്, ഇവരെ ആക്രമിക്കാൻ പാടില്ല, ഇവർക്ക് ഇതിൽ വിശ്വാസമല്ല. എന്ത് ജിന്നിന് ശൈത്താൻ? ആ വിവരമൊന്നുമില്ല. ജിന്നും ശൈത്താനും സുന്നികൾക്ക് ബാധിക്കുന്ന കൂടുതൽ ഇവർക്കും ബാധിക്കാൻ തുടങ്ങി. അവസാനം എന്ത് സംഭവിച്ചു? ബാധിച്ച് കുറേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മറ്റേ ഷിർക്കാണ്, മന്ത്രം ഷിർക്കാനിട്ട് പോയി 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 രക്ഷയില്ല, രോഗം കാണുന്നില്ല. ലാസ്റ്റ് എന്ത് ചെയ്യും? സ്വകാര്യറ്റ് എവിടെയെങ്കിലും പോയിട്ട് വല്ല മന്ത്രം നൂലൊക്കെ ആയിട്ട് സംഗതി സുഖമാവും, അങ്ങനെ ഒപ്പിച്ച് സ്വകാര്യറ്റ് നടക്കും. പക്ഷേ സ്വകാര്യറ്റ് കുറേ കാലം പോകാൻ കഴിയുമോ? ഇത് 19 കൊല്ലക്കാലം കഴിഞ്ഞില്ല മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിട്ട്. ഒരു മുജാഹിദ് മൗലവിക്കുണ്ടായ സംഭവം അങ്ങനെയൊക്കെ അത് പ്രശ്നമായത്. മുജാഹിദ് മൗലവിക്ക് രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഉറക്കില്ല, എങ്ങനെ കിടന്നാലും ഉറക്കുമല്ല. ഇയാളെ രോഗത പലതും നോക്കി രക്ഷല്ല. അലോപ്പതി ഡോക്ടർ ഒരു ഉറക്കുകുളി കൊടുത്തു. ഇത് കേസാ, ഉറക്കുകുളി അങ്ങനെ കഴിക്കാൻ തൽക്കാലം കഴിച്ചോളൂ പറഞ്ഞു. ഇയാൾ ഈ ഉറക്കുകുളി കഴിച്ച് പുലർച്ചെ ഒരു 3 മണി വരെ ഉറങ്ങും. ക്ലോക്ക് ഉണ്ട് വീട്ടിൽ. 3 ഇങ്ങനെ മുട്ടുമ്പോൾ യാ അല്ലാ ഉണർന്നു. പിന്നെ 3:30, 4, 4:30, 5 ക്ലോക്ക് അങ്ങനെ മുട്ടു. ഇയാൾക്ക് ഉറക്ക് വരണ്ടേ? വീട്ടുകാർ സുഖമായിട്ട് ഉറക്കുക. ഒരാഴ്ച ഗുളിക കഴിച്ച് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നിങ്ങളെ ഗുളിക തിരക്കില്ല, ഉറക്കുണ്ട്, പക്ഷേ 3 മണിക്ക് ഉണരുകയാണ് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഉറക്ക് ഗുളിക കേടാ, അങ്ങനെ ഡോസ് കൂട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാം, എനിക്ക് നിങ്ങളെ രോഗം മനസ്സിലായി, ഞാൻ കോഴിക്കോട് എഴുത്തരായിരുന്നു. ഒരു എഴുത്ത് കൊടുത്തു. കോഴിക്കോട് ആ പ്രഗത്ഭനായ ഡോക്ടറെ കണ്ടിട്ട് ചികിത്സയൊക്കെ നാളെ നോക്കുമ്പോൾ മുമ്പ് അവരെന്ത് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് 100 ടെസ്റ്റൊക്കെ എഴുതിയിട്ടൊക്കെ ആ ടെസ്റ്റ് റിസൾട്ടൊക്കെ കൊണ്ടുവന്നൊരു ഫയലാക്കി ഡോക്ടറെ മുമ്പ് കാണിച്ചു കൊടുത്തു. കൂടെ നാട്ടിൽ ധനികനായ ആചാര്യം കൂട്ടിയിരുന്നു ഒപ്പം മൗലവി. അപ്പോൾ ഡോക്ടർ ഈ ഫയലൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കി, ഒക്കെ നോർമലാ, എല്ലാം ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കൊരു രോഗമില്ലല്ലോ പറഞ്ഞു. ആ മൗലവിക്കൊണ്ട് ദേഷ്യം, മാസങ്ങളായി ഉറക്കില്ലാതെ കഷ്ടപ്പെടുന്ന ആളാങ്ക് രോഗമില്ലാതെ. ഏതുപോലെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളുടെ വിശ്വാസം അല്ലല്ല ദൈവമല്ല ചങ്ങാതിമാരെ. ഇത് നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയുന്നു മാത്രം, നിരന്തരം ആവർത്തിക്കും നമ്മുടെ വിശ്വാസം. അങ്ങനെ എങ്ങനെ ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞാലും മുജാഹിദ് അല്ലല്ല അല്ലല്ല ദൈവം നിങ്ങൾ മുശ്രിക്കുകളാറ് എന്ന് പറഞ്ഞ പോലെ ഇയാൾക്ക് രോഗം കൊണ്ട് അനുഭവിച്ച് കഷ്ടപ്പെട്ട് അവസാനം എത്തിപ്പെട്ട സ്ഥലമാണ് ഡോക്ടറെ പറയണത് നിങ്ങൾക്കൊരു രോഗമല്ലാന്ന്. അയാൾ പറയാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ രോഗം എനിക്ക് മനസ്സിലാണില്ല എന്നാൽ ഇയാൾക്ക് സമാധാനമായി. പക്ഷേ അയാൾ മാന്യനായ ഡോക്ടർ ആയതുകൊണ്ട് ഇയാൾക്ക് ഒന്നും പറയാൻ നിർവാഹമില്ല. അയാൾ എഴുന്നേറ്റോട് പോന്നു. ഡോക്ടറല്ലേ, വലിയ ഡോക്ടർമാർ വെറുതെ ഒന്നും ഗുളിക എഴുതുന്നില്ല, രോഗമില്ലാതെ ഗുളിക എഴുതാൻ പറ്റുമോ? ഫയലും നിർത്തി എടുത്ത് പുറത്ത് വന്നിട്ട് കൂടെ വന്ന ആചാരെ ഞാൻ ഇപ്പോൾ കുടുങ്ങിയാലോ ഒന്നും ജീവിക്കാൻ കഴിയില്ലോ പറഞ്ഞു. കാരണം ഭയങ്കര പ്രശ്നം ഉറക്കില്ലേ, നമുക്കറിഞ്ഞിട്ടാണത്. ഉറക്കില്ല എന്നാൽ ഭയങ്കര കേസാണ്. സത്യലാ പറഞ്ഞത് ശരിയല്ല, ഞാനിങ്ങനെ ജീവിക്കാൻ ചോദിക്കാൻ പാടില്ല. അയാൾ അല്ലല്ലേ, അള്ളാനോട് പറഞ്ഞാൽ പോരെ, അള്ള പരിഹരിക്കൂലേ. ഏതായാലും ആചാര്യ പറഞ്ഞു അത് നിങ്ങൾ ബേജാറാകേണ്ട, നമുക്ക് വഴിയുണ്ട്, നമുക്ക് ആ തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് പോയി നോക്കിയാലോ പറഞ്ഞു. അത് ആജ്യമാർ മുജാഹിദിൻ്റെ ആൾക്കാർ ഇത്ര വലിയ വിരോധം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് അടിസ്ഥാനത്തിൽ സോപ്പാക്കുമ്പോൾ ഒപ്പം കൂടുന്ന ആൾക്കാരാണ്, അല്ല ഇവരൊന്നും പഠിച്ചിട്ടല്ല. അപ്പം മൗലവി പറയാം അത് ശിർക്കല്ലേ, നമുക്ക് പറ്റൂല്ലോ പറഞ്ഞു. മൗലവി ശിർക്കുകൾ നോക്കേണ്ട, അതിപ്പോൾ നമ്മൾ രോഗം കണ്ടെത്തുന്നില്ലല്ലോ, തൽക്കാലം രോഗം സുഖമായിക്കോട്ടെ എന്നിട്ട് തൗഹീദിക്കട് മടങ്ങാറുന്നു. അപ്പോൾ ആ മൗലവി പറഞ്ഞു അത് പ്രസ്ഥാന ബന്ധുക്കൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കൂലോ ചോദിച്ചു. അത് പ്രശ്നമാക്കേണ്ട, രാത്രി 10 മണിക്ക് പോകാൻ നോക്കുകയായിരുന്നു. 10 മണിക്ക് മുമ്പ് ഉറങ്ങൂല. ഇല്ല 10 മണിൻ്റെ ശേഷം അവിടെ അധികം ആൾക്കാരനെ വരികയായിരുന്നു. എന്നാൽ പോകാറുന്നു. ആചാര്യ കാർ തന്നെ രാത്രി കൊണ്ടുപോയി തങ്ങൾ പാപ്പാൻ്റെ അടുത്തെത്തി. തങ്ങളോട് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞു. മന്ത്രി ചൂതി കൊടുത്തു, കുടിച്ചു. അപ്പം തന്നെ പേപ്പർ എടുത്തു, നറുക്കിങ്ങനെ വരഞ്ഞു. 14 നറുക്കുണ്ടാക്കി കയ്യിൽ കൊടുത്തു. സുബഹി നിസ്കരിച്ചിട്ട് ഓരോ നറുക്കും വെള്ളത്തിൽ കലക്കി കുടിക്കണം എന്ന് പറഞ്ഞു. ഇയാളെ തലയ്ക്ക് 2 കൊട്ടും കൊടുത്ത് സാരല്ലാന്ന് പറഞ്ഞു വെച്ചു തങ്ങൾ പാപ്പ. അവസാനം എന്ത് സംഭവിച്ചു? ഇയാൾ രാത്രി വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ കിടന്നു. സത്യം അയാൾ ഉറങ്ങി. 3 മണിക്ക് ഉണർന്നില്ല,
4 മണി 5 മണി 6 മണി വീട്ടുകാർ എന്താ പറഞ്ഞാൽ സുബഹി ഖലാകുമല്ലോ. മൗലവി എന്നും കൃത്യം സുബഹിസ്കരിക്കുന്ന ആളാണ്. അവസാനം 6 മണിയപ്പന് ഖലാവുകൊണ്ട് വിളിച്ചു. കുറേ വിളിച്ചിട്ടും ഉണർന്നില്ല. കുറേ വിളിക്കുമ്പോൾ അപ്പുറത്തൊന്ന് മറിഞ്ഞു കിടക്കും. ഇങ്ങോട്ട് കുറേ വിളിക്കും, ഇങ്ങോട്ട് ചെറിയ ഇയാൾ കുറേ മാസത്തെ ഉറക്ക് ബാലൻസ് അല്ലേ, ഇയാൾ നല്ല സുഖമായ ഉറക്കാ. അവസാനം ഒരു വിധം എണീറ്റ് നിസ്കരിച്ച് പിന്നെ ഇയാളെ ഉറങ്ങി. ഇയാൾക്ക് അന്ന് മുതൽ സുഖനിദ്ര, ഒരു കുഴപ്പമില്ല. 14 നറുക്ക് കുടിച്ചു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ആ മന്ത്രിച്ച വെള്ളം കൊണ്ട് തന്നെ ഇയാൾക്ക് സുഖമായി. ഇയാൾ മനസ്സിലിങ്ങനെ വെച്ചത് പുറത്തു പറയാൻ പറ്റുമല്ലോ, ശിർക്കല്ല ചെയ്ത്. അങ്ങനെ പാലക്കാട് മുജാഹിദിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നു. ഇവിടെ കണ്ണൂരൊക്കെ നടക്കുന്നതിൻ്റെ എറണാകുളം നടക്കുന്ന തൊട്ട് മുമ്പത്തെ സമ്മേളനം. ഈ സമ്മേളനമൊക്കെ ആയപ്പോൾ 19 കൊല്ലമായി മുജാഹിദിൻ്റെ കുറേ കേസ് ഇങ്ങനത്തെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ മൗലവി സ്റ്റേജിലേക്കാണ് ഒരു പ്രവർത്തകൻ വന്നിട്ട് പറഞ്ഞു, മൗലവി സാഹിബ് പേഴ്സണൽ ബന്ധമുള്ള ഒരു 5 മിനിറ്റ് ഇടയ്ക്കെപ്പോഴും സമയം തന്നെ എനിക്കൊരു കാര്യം സംസാരിക്കാണ്ട് പറഞ്ഞു. ഞാൻ സമ്മേളനം കഴിഞ്ഞപ്പോൾ എപ്പോഴും സംസാരിക്കാറായിരുന്നു. അങ്ങനെ സംസാരിച്ചു. മൗലവി പുറത്ത് പറയാൻ പറ്റൂ, എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എൻ്റെ ഒരു മോളുണ്ട്, കല്യാണപ്രായ മോൾ. ഒരു രോഗം വന്ന് എവിടെ ചികിത്സിക്കാത്ത സ്ഥലവും ഞാനല്ല. ലാസ്റ്റ് ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ഇന്ന തങ്ങളെടുത്ത് പോയാലും മന്ത്രിച്ചാൽ ചിലപ്പോൾ ശരിയാകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷിർക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ തൽക്കാലം ഞാൻ എൻ്റെ മോളെ കല്യാണം ചെയ്തേക്കണ കേസല്ലേ, ലാസ്റ്റ് കുട്ടി മുടങ്ങരുത് വിചാരിച്ച് ഞാൻ പോയി നോക്കി. അവസാനം എൻ്റെ കാര്യം എന്നുള്ളത് തെറ്റന്നെ ഞാൻ ചെയ്ത്. പക്ഷേ ആ തങ്ങളെടുത്ത് ചെന്ന് ഈ രോഗം പറഞ്ഞപ്പോൾ തങ്ങളൊരു ഉറുക്കുണ്ടാക്കി തന്നു. അത് തകിടിൻ്റെ ഉള്ളിലാക്കിയിട്ട് കെട്ടി അരയെ കെട്ടി കൊടുക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ചെയ്തു മനമില്ല മനസ്സോടെ. പക്ഷേ ആ ചെയ്ത് സത്യം. അന്ന് മുതൽ കുട്ടിക്ക് രോഗം സുഖമായിട്ട് പിന്നെ ഇതുവരെ കേസുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ആ കുട്ടീനെ കല്യാണം കഴിഞ്ഞു, ഭർത്താവും അവളും 2 മക്കളായി വളരെ ഹാപ്പിയാണ്, സന്തോഷത്തോടെ ഗൾഫിൽ ഫാമിലി ജീവിതം നയിക്കുകയാണല്ലോ. മൗലവി എന്തോ നമ്മളിത് ശിർക്കാന്നൊക്കെ പറയും, എന്തെങ്കിലും ചില സിറൊക്കെ ഇത് ഉണ്ടോ ചോദിച്ചു. ആ മൗലവി പറഞ്ഞു, എനിക്കും ഉണ്ടായിരുന്നൊരു അനുഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 19 കൊല്ലക്കാലയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ സമ്മേളനം നഗരത്തിൽ അടുത്ത ആൾക്കാരുടെ പറഞ്ഞു, അല്ലെങ്കിൽ പ്രശ്നം അച്ചടക്കാരുടെ ഒരു പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യം പറഞ്ഞു നോക്കുമ്പോൾ വേറെ കുറേ പല ആൾക്കാർ എളാപ്പാൻ്റെ കുട്ടിക്ക് മൂത്തമ്മാൻ്റെ മകൾക്ക് ഇങ്ങനെ 100 കേസുകൾ എല്ലാവർക്കും കൊണ്ട് ഒറ്റക്കൊറ്റയ്ക്ക് സ്വകാര്യം പറയാൻ പറ്റൂല. ഒന്നിങ്ങനെ മുജാഹിദ് സമ്മേളനത്തിന് സ്വലാത്തിന് എഴുതുന്ന സ്വലാത്ത് വിദ്യാർത്ഥ ചെല്ലാൻ പാടില്ല എന്നൊന്ന് എണീപ്പിച്ചിട്ട് പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മനസ്സറിഞ്ഞ് തപ്പി നോക്കിയാൽ ഏറെക്കുറെ ആൾക്കാർ അരിയിലൊക്കെ ഉറുക്കുണ്ടാവും. പക്ഷെ ഒക്കെ സ്വകാര്യം ചെയ്യില്ല. ഇത് മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കി. മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കി സത്യത്തിന് നേരെ മുഖം തിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വിജയിക്കൂലെന്ന് മനസ്സിലാക്കി അവസാന ഘട്ടം മുജാഹിദ് പ്രസ്ഥാനം എന്ത് ചെയ്തെന്നോ? മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി ആ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം മന്ത്രവും ഉറുക്കും നൂലും എങ്ങനെ നടത്താം, ശൈത്താൻ്റെയും ജിന്നിൻ്റെയും ബാധ എങ്ങനെ ഒഴിവാക്കാമെന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ വേണ്ടി പാലക്കാട് നിന്ന് അസ്മാവിൻ്റെ ചികിത്സ അറിയുന്ന മുജാഹിദിലേക്ക് വന്ന ഒരു മൗലവിയുടെ പിൻബലത്തോടു കൂടി ഗൾഫിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അൽ ഫുർഖാൻ എന്നൊരു മാഗസീനുണ്ട്, സ്ഥിരമായി പ്രവർത്തിക്കുന്ന കുവൈത്തിൽ നിന്ന് ഇത്തരം വിഷയങ്ങൾ ചോദ്യോത്തരം കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ കുറേ ലക്കങ്ങൾ വരുത്തി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഷെയ്ഖുൽ ഇബ്നുൽ ഖയ്യിമൊക്കെ ഇവർക്ക് സ്വീകാര്യരായ പണ്ഡിതന്മാരാണ്. അവരൊരുപാട് കൃതികളൊക്കെ തയ്യാറാക്കി ഹാജരാക്കി വരുത്തി. കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തുള്ള കോഹിനൂർ KNM സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു ഹോസ്റ്റലുണ്ട്. അവിടുത്തെ കുട്ടികളെ മുഴുവൻ പറഞ്ഞയച്ച് അവിടെ വെച്ച് സ്വകാര്യമായി ഗവേഷണം നടത്തി പുതിയ റിസർച്ചിൻ്റെ ഫലം അവരെ മുഷാവർക്ക് വെക്കാൻ തീരുമാനിച്ചതാ. എങ്ങനെ രണ്ടാമത് ഉറുക്കും മാത്രം നമുക്ക് അംഗീകരിക്കാൻ പോകാനല്ലോ, ജനം കാര്യമാവൂലേ, ഇത് ഈ മറ തൽക്കാലേ പോകുള്ളൂ. തീരുമാനിച്ചു. എങ്ങനെ നമ്മൾ അറിഞ്ഞത്? മുജാഹിദിൻ്റെ പിളർപ്പല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അറിയില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്കാണ് ISMൻ്റെ പ്രസ്താവന. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരെ വീണ്ടും മന്ത്രത്തിലേക്കും നൂലിലേക്കും ചിരിച്ചു കൊണ്ടുപോകാനുള്ള ഏത് നീക്കത്തെയും ISM ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ISMൻ്റെ എല്ലാ പ്രസ്താവനയും മനസ്സിലാക്കുക, പക്ഷേ ഇത് മനസ്സിലാവില്ല. പിന്നെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം വന്നപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായത്. കൃത്യമായിട്ട് അവരെഴുതി. ഇവരാരോപണത്തിന് മറുപടി എറണാകുളത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറഞ്ഞു, ജിന്ന് പാതയും പിശാച്ച് പാതയും പിളർപ്പന്മാരുടെ കൃതികളിൽ നിന്ന് പേര് വെച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അവർ പറഞ്ഞു, അങ്ങനൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്താനും ഗവേഷണം നടത്താനും തീരുമാനിക്കുകയും വായിക്കാൻ ആരംഭിക്കുകയും ചെയ്തു എന്ന് ശരി. പക്ഷേ KJUവിലോ KNMലോ വെച്ചത് പാസ്സാക്കിയിട്ടില്ല. പാസ്സാക്കാത്ത കാലത്തോളം വിമർശകർക്ക് വിമർശനം ഉന്നയിക്കാൻ അവകാശമില്ല. ഇപ്പോൾ തുടങ്ങിയിക്കണ് പാസ്സാക്കാൻ മടവൂരിൻ്റെ ശല്യം കൊണ്ട് പറ്റിയിട്ടില്ല. അവർ പച്ചയായി അംഗീകരിക്കുന്നുണ്ട്. ഇത് ഏറ്റവും വലിയ രസമല്ല. ഇവരിത് തുടങ്ങിയപ്പോൾ ഔദ്യോഗികമായി പാസ്സാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ രസകരമായ വശം എന്താണെന്ന് വെച്ചാൽ, ഈ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബത്തിൻ്റെ പിൻബലമില്ലാതെ വ്യാഖ്യാനിച്ചാൽ തെറ്റുപറ്റും എന്ന് പറഞ്ഞ പോലെ തന്നെ മന്ത്രായാലും നൂലാനും ഉറുക്കാനും എങ്ങനെ വേണം? മശായിഖ്മാരെ പിൻബലം വേണ്ടേ? സ്വഹാബത്ത് താബിഈങ്ങളുടെ പിൻബലമില്ല സ്വന്തം വ്യാഖ്യാനിച്ചാൽ അബദ്ധം സംഭവിക്കൂലേ? ആ അബദ്ധങ്ങളുടെ പരമ്പരയെ മുജാഹിദ് പ്രസ്ഥാനത്തിന് അതിൽ സംഭവിച്ചത്. പത്രക്കാർ പുറത്ത് വാർത്തകൾ ചോർത്തുമല്ലോ. ഇപ്പോൾ മുജാഹിദിൻ്റെ പത്രം ഇക്കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പ്രസിദ്ധീകരിച്ച മുജാഹിദ് വോയിസ് എന്ന പത്രം എൻ്റെ കൈവശമുണ്ട്. ആ പത്രത്തിൽ കൊടുത്തത് ഇവരെ ഗവേഷണ ഫലം ഔദ്യോഗികമായി പ്രശ്ന കാരണം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും അതിലെ ഗവേഷണ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നവർ കണ്ടെത്തിയിട്ടുള്ളത് രോഗങ്ങളിൽ പകുതിയിലധികം വരുത്തുന്നത് ജിന്നുകളോ പിശാചുകളോ ആണ്. നമ്മളൊക്കെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അപൂർവ ചില കേസുകളുടെ മന്ത്രം നൂലിൻ്റെ അയക്കലിൻ്റെ ആവശ്യം വരും. മിക്ക രോഗം 95% രോഗം ശാരീരികമോ മാനസികമായ പ്രശ്നങ്ങളോ ജിന്നു ശൈത്താനോ അപൂർവമായിരിക്കും എന്ന് അറിഞ്ഞത്. ഇവർ പകുതിയിലധികം.
അപ്പോൾ വടകരയിൽ 5 അലോപ്പതി ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ 6 അസുമാവിൻ്റെ ചികിത്സാ കേന്ദ്രങ്ങൾ തുറക്കണം എന്നാണ് ഇതിൻ്റെ സൈഡായിട്ടുള്ള റിസൾട്ട്. മാത്രമല്ല അവർ പറയാണ്, മേശ തുറന്ന് അടക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ വലിപ്പിൽ ജിന്ന് കുടുങ്ങാൻ ഇടയുണ്ട്. ഇവരെ ഗവേഷണ പോലെ സ്വന്തം ഗവേഷണ